ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. സർവം കൃഷ്ണാർപ്പണമസ്തു. ഇന്നത്തെ ദിവസം നാം എല്ലാവരും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാന്റെ നാമങ്ങൾ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാനെ കുറിച്ച് നാം എല്ലാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. നാം എല്ലാം കൃഷ്ണനെയാകുന്നു, നാം എല്ലാം രാധയാകുന്നു, നാം എല്ലാവരും വൃന്ദാവനത്തിൽ വസിക്കുന്നതായിട്ട് നാം ഭാവന ചെയ്യുന്നു. നാം എല്ലാവരും ഗോകുലത്തിലാണെന്ന് നാം വിചാരിക്കുന്നു. നാം എല്ലാം മധുരയിലാണെന്ന് വിചാരിക്കുന്നു. നാം എല്ലാം ദ്വാരകയിലാണെന്ന് വിചാരിക്കുന്നു. കാരണം നമുക്കെല്ലാം ഈശ്വരൻ നമ്മുടെ കൂടെയുണ്ടല്ലോ. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുമ്പോൾ നാം എല്ലാവരും കൃഷ്ണനായും രാധയായും തീരുന്നു. അങ്ങനെയുള്ള നമുക്ക് ഇന്നത്തെ ദിവസം നമുക്കെല്ലാവർക്കും നല്ലത് ഉണ്ടാകട്ടെ, എല്ലാവർക്കും ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നാം ഒരു തീരുമാനം എടുക്കേണ്ടത് എന്താണ്? ഭഗവാന്റെ ജയന്തി ആഘോഷിക്കുകയാണ്, ഭഗവാന്റെ ജന്മദിനം ആഘോഷിക്കുകയാണ്. ഇന്നത്തെ ദിവസം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് എല്ലാവിധമായ സൗഭാഗ്യങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്, എല്ലാവിധമായ സന്തോഷങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ നാം ചെയ്യേണ്ട ചില കാര്യങ്ങളും നമുക്കുണ്ട്. എന്താണ് ആ കാര്യം? നമ്മളുടെ ഉള്ളിലിരിക്കുന്ന അഹങ്കാരങ്ങളെ നാം തച്ചൊടിക്കുകയാണ്, അതിനെ ഓടിക്കുകയാണ് ചെയ്യുന്നത്. അഹങ്കാരം നമുക്ക് വേണ്ട. അഹങ്കാരം നമ്മളെ നശിപ്പിക്കുമെന്നുള്ള ഒരു ബോധം നമുക്ക് വേണം. അഹങ്കാരത്താൽ നശിച്ചുപോയ എത്രയോ കുടുംബങ്ങളുണ്ട്, എത്രയോ മനുഷ്യ ജന്മങ്ങളുണ്ട്. അതുകൊണ്ട് അഹങ്കാരം വേണ്ട. എത്ര നാള് നാം ജീവിച്ചിരിക്കുമെന്ന് നമുക്കറിയില്ല. ഈ ശരീരമാകുന്നത് എത്ര ദിവസം ഇവിടെ ഉണ്ടാകുമെന്നറിയില്ല. അതൊരു മണ്ണ് പോലെയാണ്, ഏത് നിമിഷവും അത് ഇല്ലാതായി തീരാം. നാം ഈ ശരീരത്തിൽ ഇരിക്കുന്നതുകൊണ്ട് നാം കാണിക്കുന്ന അഹങ്കാരങ്ങളെല്ലാം നിമിഷങ്ങൾ കൊണ്ട് നശിച്ചു പോകാം. നമുക്കൊരു മഹാവ്യാധി വന്നു കഴിഞ്ഞാൽ നമ്മളെ ആരും തിരിഞ്ഞു നോക്കുകയില്ല, നമ്മളെ ആർക്കും ഇഷ്ടമാവുകയില്ല. പണമുള്ളപ്പോൾ സ്നേഹിച്ചവരെല്ലാം പണം ഇല്ലാതായി വരുമ്പോൾ നമ്മളെ വിട്ട് അകന്നു പോകുന്നതായിരിക്കുന്നു. നാം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം കണ്ട് പരിചയിച്ച നമ്മുടെ മനസ്സെ എല്ലാവരും തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്, ഇവിടെ ഏറ്റവും വലിയവൻ ആരാണ്? ഈശ്വരനാണ്, ഭഗവാനാണ്. ഇവിടെ നമ്മുടെ ഏറ്റവും വലിയ സ്നേഹബന്ധു ആരാണ്? ഈശ്വരനാണ്. നമ്മളെ സ്നേഹിക്കുന്നത്, ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്നത് ആരാണ്? ഈശ്വരനാണ്. എന്നാൽ പിന്നെ എന്തിന് നമുക്ക് വിദ്വേഷവും പകയും പോരാട്ടവും? എന്തിന് മത്സരങ്ങൾ? എന്തിന് വെറുപ്പ്? ഇതെല്ലാം മാറ്റിവെച്ച് അതിസുന്ദരമായ ഭഗവാന്റെ മുഖം നോക്കൂ, നിഷ്കളങ്കമായ ഭഗവാന്റെ ഉള്ളു നോക്കൂ. അദ്ദേഹം നമ്മളെ അനുഗ്രഹിക്കുന്നു, ആശീർവദിക്കുന്നു. അതുകൊണ്ട് ഈ ശ്രീകൃഷ്ണ ജയന്തി എല്ലാവർക്കും ഒരു മാറ്റം തരട്ടെ. മനുഷ്യനിലുള്ള അഹങ്കാരങ്ങൾ മാറി നിർമ്മലമായ ഒരു മനസ്സ്, അഴുക്കില്ലാത്തൊരു മനസ്സ്, നല്ലൊരു ജീവിതം, എല്ലാവർക്കും നല്ലത് വരട്ടെ. നാം മത്സരിക്കുന്നത് എന്തിന്? നാം എതിർക്കുന്നത് ആരെയാണ്? നമ്മൾ ആരെയൊക്കെ എതിർത്ത് കുറ്റം പറഞ്ഞ് നമ്മൾ ഒരാളിനെ മാറ്റി നിർത്തിയത് കൊണ്ട് നമുക്ക് എന്ത് കിട്ടാൻ പോകുന്നു? ആലോചിച്ച് നോക്കുക. ഇന്ന് പലതും പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തെ നമുക്ക് വിളിക്കണ്ട, അദ്ദേഹം വേറെ നാട്ടുകാരനാണ്, അദ്ദേഹത്തെ നമ്മളൊന്നും വിളിക്കണ്ട, അദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെടണ്ട, ആ വ്യക്തിയെ നമുക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ബുദ്ധിമാനന്മാരും
വളരെ ആചാര്യന്മാരായിട്ടിരിക്കുന്ന പലരും അങ്ങനെ വിചാരിച്ച് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് വേണ്ട. എല്ലാവരും അവരവര് മനസ്സിനനുസരിച്ച് എല്ലാവരെയും സ്നേഹിക്കുക, പഠിക്കുക, എല്ലാരെയും മനസ്സിലാക്കുക. ആരെയും കുറ്റം പറയാനുള്ളതല്ല ഈ ജീവിതം. എത്ര നാൾ നമ്മൾ കുറ്റം പറഞ്ഞ് നടക്കും? എത്ര നാൾ നമ്മൾ മറ്റുള്ളവരെ വെറുത്ത് നടക്കും? എത്ര നാൾ നാം ഒരാളിനെ ഉപദ്രവിക്കാം? എത്ര നാൾ ഒരാളിനെ കുറിച്ച് കുറ്റം പറയാം? ഇതൊക്കെ വളരെ കുറച്ചു നേരം മാത്രമേ ഉള്ളൂ. അടി തെറ്റിയാൽ ആനയും വീഴും. അതുപോലെയാണ് ക്ഷണം നേരമാണ് നമ്മുടെ ജീവൻ. ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ. നമ്മുടെ ജീവിതത്തെ കുറിച്ച് പറയുവാണെങ്കിൽ ചൂടുള്ള ഒരു പാത്രത്തിൽ വീഴുന്ന ഒരു തുള്ളി വെള്ളം, അല്ലെങ്കിൽ ചൂട്ടു പഴുത്ത ഇരുമ്പിന്റെ മുകളിൽ വീഴുന്ന ഒരു തുള്ളി വെള്ളത്തിന്റെ സമമേ ഉള്ളൂ നമ്മുടെ ജീവിതം. ഈ കുറഞ്ഞ കാലഘട്ടത്തിൽ നാം കാണിക്കുന്ന ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വിട്ട് ഈശ്വരന്റെ സ്മരണയോടുകൂടി ഈ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്ന, ഈ ശ്രീകൃഷ്ണ ജയന്തിയിൽ വിശ്വസിക്കുന്ന കോടാനുകോടി ജനങ്ങൾ നമ്മുടെ ഈ നാട്ടിലുണ്ട്. അവർക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ല ആരോഗ്യം വരട്ടെ, നല്ല മനസ്സ് വരട്ടെ, നല്ല സന്തോഷം വരട്ടെ, നല്ല ചിന്തകൾ വരട്ടെ, നല്ല ബുദ്ധികൾ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്രീകൃഷ്ണ ജയന്തി ആശംസിച്ചുകൊള്ളുന്നു. എല്ലാവരും കൃഷ്ണനായും രാധയായിട്ടും തീർന്ന് മനസ്സിൽ ഈശ്വര സ്മരണ കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നല്ലൊരു ശ്രീകൃഷ്ണ ജയന്തി നമുക്ക് എല്ലാവർക്കും നല്ലൊരു വഴികാട്ടിയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.